ഈ ഡോണ്ട് എന്ന് പറഞ്ഞിടുന്ന എന്തെങ്കിലും സാധനം ഉണ്ടോ? ഇത് ഞാൻ ചെയ്യൂല, അങ്ങനൊന്നുമില്ല. ഒന്നുമില്ലേ? ലിപ് ലോക്ക് ചെയ്യില്ല. വീട്ടിൽ എന്റെ ഈ ഇതുണ്ടല്ലോ, ഈ വലിയ പ്രാവശ്യം കയറി വൈറലായതാണ്. അടുത്ത പണിയാവോ എന്തോ. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഇന്റർവ്യൂവറിനാണ് അല്ലെ. ഇപ്പൊ ട്രോള് കിട്ടുന്നതും പണി കിട്ടുന്നതൊക്കെ ഫൈനലി അത് ഇതാണ് കർമ്മഫലമാണ്. രണ്ട് പാമ്പുകളുടെ ഇടയിൽ ഇരിക്കുന്ന ഞാൻ. അർജുന്റെ ലുക്കും ആ പേരും കൂടി സൂപ്പർ ആയിട്ട് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് പറയണ്ടാത്തത് പറയിക്കുക എന്നുള്ളതാണ്. ആകെ ഇറങ്ങിയേക്കുന്ന ഒരു മോഷൻ പോസ്റ്റർ, അത് നോക്കിയിട്ട് എനിക്ക് ചോദിക്കുന്നതിന് ഒരു ലിമിറ്റ് ഇല്ലേ? അർജുന്റെ ലുക്കും ഒക്കെ അർജുന്റെ കോൺട്രിബ്യൂഷൻ ആണ് കുറെ അധികം. എന്തെങ്കിലും റെഫറൻസ് ഉണ്ടായിരുന്നു ഈ ലുക്കിന്? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ചെറിയ ട്രിപ്പറാണ്. അപ്പൊ ഞാൻ അവന്റെ ഫോട്ടോ കാണിച്ചിട്ടാണ് കാണിച്ചു കൊടുത്തത്. ഈ ഓളത്തിന് ഒരുപാട് നമുക്ക് മാക്സിമം നമ്പർ ഓഫ് മീനിങ്സ് ഓഫ് ഓളം കിട്ടിയാൽ അത് പൊളിക്കാം. അർജുന്റെ നേരെ അച്ഛന്റെ അതല്ല ശരി, ഞാനാണ് ഇതൊരു ട്രിപ്പാണ്, ഒരാളുടെ ലൈഫിൽ നടക്കുന്ന ഒരാളുടെ ലൈഫ് അല്ല, ഈ 4 പേരും ട്രിപ്പാണ്. ഈ ട്രിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ട്രിപ്പിനും ഓളം പോലെ വേറെ മീനിങ്ങുള്ള പരിപാടിയാണത്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. കിട്ടുന്ന റോളുകളെല്ലാം അതിന്റെ വലിപ്പ ചെറുപ്പം നോക്കാണ്ട് കിടിലനായിട്ട് ചെയ്യുന്ന 2 കിടിലൻ ആക്ടേഴ്സ് ഓഫ് മലയാളം സിനിമ, ലെന ആൻഡ് അർജുൻ അശോകൻ. ലെറ്റ് മീ വെൽക്കം them. നന്നായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് എന്റെ കൂടെ അതേപോലെ അതെ, അല്ലെങ്കിൽ ഞാൻ എന്ത് ഇൻട്രോ പറഞ്ഞാൽ 2 പേർക്ക് സെപ്പറേറ്റ് പറയേണ്ടി വന്നാണ്. അപ്പൊ വെൽക്കം ടു ദ ഷോ ആൻഡ് വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. ഇനി ഇപ്പൊ ക്യാരക്ടേഴ്സിന്റെ സീൻ പറഞ്ഞുകൊണ്ട് ചോദിക്കാം, ഈ വലിപ്പ ചെറുപ്പം നോക്കല് ആക്ടറാണോ, എന്താ പറയാ, നായകനാണോ, വില്ലനാണോ, സൈഡാണോ, ഇതൊന്നും നോക്കാണ്ട് ചെയ്യുന്ന ആളുകളാണല്ലോ രണ്ടുപേരും. സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ രണ്ടുപേരുടെയും ക്രൈറ്റീരിയ എന്താ? ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ടാവുമല്ലോ. അത് ചിലപ്പോൾ രണ്ടുപേരുടെ 2 വേറെ ക്രൈറ്റീരിയ ആയിരിക്കും. ആദ്യം അർജുൻ പറഞ്ഞോട്ടെ. ഓക്കെ, പറഞ്ഞോ. ബേസിക്കലി തന്നെ നമ്മള് വലിപ്പം ചെറുപ്പം നോക്കാറില്ല, കഥ നല്ലതാണോ നോക്കും, ക്രൂ നല്ല പരിപാടിയാണോ നോക്കും, നമ്മ ചെയ്യാത്ത ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണോ നോക്കും, ചെയ്ത് വന്ന ടൈപ്പ് അല്ലാണ്ട് എന്തെങ്കിലും അതിൽ പുതുമ ഉണ്ടോ നോക്കും. വ്യത്യാസം. പിന്നെ ബേസിക്കലി കഥയായിട്ട് ഇഷ്ടപ്പെട്ട് അതിലൊരു ഭാഗമാണല്ലോ, ടീം വർക്ക് ആണല്ലോ. ബേസിക്കലി മേജർ ഘടകം കഥ തന്നെയാണ്. ഈ ഡോണ്ട് എന്ന് പറഞ്ഞിടുന്ന എന്തെങ്കിലും സാധനം ഉണ്ടോ? ഇത് ഞാൻ ചെയ്യൂല, അങ്ങനൊന്നുമില്ല. ഒന്നുമില്ലേ? ലിപ് ലോക്ക് ചെയ്യില്ല. വീട്ടിൽ പോണ്ടേ? പ്രശ്നത്തിനല്ല, അല്ല, ചോദിക്കാൻ പോയിട്ടില്ല. നമ്മള് സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിച്ചു, വേണ്ട സ്വന്തമായിട്ട് ബൗണ്ടറി ഇട്ടുന്നു അല്ലേ? എന്റെ ഈ ഇതുണ്ടല്ലോ, ഈ വലിയ പ്രാവശ്യം കയറി വൈറലായതാണ്. അടുത്ത പണിയാവോ എന്തോ. അത് ഇടയ്ക്ക് അങ്ങനെ ചെയ്ത് ശീലിച്ച് എന്തെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങൾ പറയുമ്പോ ഇങ്ങനെ കാണിക്കും. എന്റെ പ്രശ്നം എന്താ അറിയോ, ഒരാൾ ചെയ്യേണ്ടത് ചിലപ്പോ ചെയ്തു. ഇത് കഴിഞ്ഞു, 2 പേരും ഇത് ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഈ പർട്ടിക്കുലർ ഇന്റർവ്യൂവിന്റെ ട്രോൾ ഇതാണ്. നമ്മുടെ ആവശ്യം ഇതാണല്ലോ ഇന്റർവ്യൂ. അല്ല, എനിക്കിപ്പോ ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഇന്റർവ്യൂവറിനാണ് അല്ലെ. ഇപ്പൊ ട്രോള് കിട്ടുന്നതും പണി കിട്ടുന്നതൊക്കെ ഫൈനലി അത് ഇതാണ് കർമ്മഫലമാണ്. കുറെ കാലമായിട്ട് കർമ്മം ചെയ്തു തുടങ്ങിയിട്ട് വളരെ കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ ട്രെൻഡ് ഇതായതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. രണ്ടുപേരും ഇത് തന്നെയായിരിക്കും. ഇനി ലെനയുടെ 2 പാമ്പുകളുടെ ഇടയിൽ ഇരിക്കുന്ന ഞാൻ. അങ്ങനെയാണോ? അതും ഉണ്ട് അപ്പൊ കയ്യില്. ഇത് വേറെ ക്രൈറ്റീരിയ എന്താ? എൻ്റെ ക്രൈറ്റീരിയ ഈ ക്യാരക്ടർ ഇല്ലാതെ കഥ മുന്നോട്ട് പോവോ എന്നുള്ളതാണ്. ആ കഥ കേൾക്കുമ്പോൾ ഈ ക്യാരക്ടറിനെ നമ്മൾ എടുത്തു മാറ്റിയാലും ഈ കഥ മുന്നോട്ട് പോവും എങ്കിൽ ആ ക്യാരക്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ക്യാരക്ടറിനെ എടുത്തു മാറ്റിയാൽ കഥ മുന്നോട്ട് പോവില്ല എങ്കിൽ ഒരു സീനേ ഉള്ളൂ എങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് അത് ചെയ്യുന്നു. ഓക്കെ, രണ്ടുപേരും ഓളം വേണം എന്ന് തീരുമാനിച്ച പോയിന്റ് എന്താണ്? അത് ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റർ എന്താണ് ഈ ഓളം എന്ന പേര് വരുന്നത് തന്നെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അർജുന്റെ ലുക്കും ആ പേരും കൂടി സൂപ്പർ ആയിട്ട് എല്ലാരും വേറെ ലുക്കിലാണ് ഇതില് ഉള്ളത്. ഈ ഓളം എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടല്ലോ. സോ ദാറ്റ് ഇസ് വൈ ഓളം എന്ന പേര് വരാൻ കാരണം അതിന്റെ മൾട്ടിപ്പിൾ മീനിങ്സും ലെയേഴ്സും ഉള്ളത് കൊണ്ടും
നമ്മുടെ കഥയ്ക്കും കുറേ ലേയേഴ്സും ഉള്ളതുകൊണ്ടാണ് ആ പേര് ആപ്റ്റായിട്ട് തോന്നിയത്. പക്ഷേ അത് വളരെ യാദർശികമായിട്ട് വന്നതാണ്. ആ പടം റിലീസായതിനു ശേഷം എപ്പോഴെങ്കിലും ഞാൻ അത് എങ്ങനെയാണ് പേര് വന്നതെന്ന് പറയാം. ഇപ്പൊ പറഞ്ഞാൽ അത് വലിയ സ്പോയിലർ ആവും. എനിക്ക് മനസ്സിലായി നിങ്ങളുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് പറയണ്ടാത്തത് പറയിക്കുക എന്നുള്ളതാണ്. ആകെ ഇറങ്ങിയേക്കുന്ന ഒരു മോഷൻ പോസ്റ്റർ അത് നോക്കിയിട്ട് എനിക്ക് ചോദിക്കുന്നതിന് ഒരു ലിമിറ്റ് ഇല്ലേ? ഇല്ല, ഇനി ഉടനെ ആകെയുള്ളത് കുറച്ച് ട്വിസ്റ്റുകളാണ്. അതൊക്കെ നിങ്ങൾ പുറത്തേക്ക് ഞങ്ങൾ എന്ത് ചെയ്യും? കൂടെ ഇരിക്കുന്ന ആളെ ഞാൻ പറഞ്ഞു. പിന്നെ ബേസിക്കലി കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വന്നിരിക്കുന്നത് പടത്തിന്റെ പ്രൊമോഷൻസിന് വേണ്ടിയിട്ടാണ്. പടത്തിന്റെ കഥ പടത്തിന്റെ കഥ പറയാനല്ലാതെ. അതെ, കടത്തിന്റെ പടമല്ല, പടത്തിന്റെ കഥ മുഴുവൻ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പടം കാണാൻ ആൾക്കാർ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇതിത്രേ ഉള്ളൂ. ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ ചെറിയൊരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ കഷ്ടപ്പെട്ട് കുറേ കാലമായിട്ട്, അതായത് കോവിഡിൻ്റെ ബ്രേക്സും എല്ലാം വന്ന് ഒരുപാട് ടൈം എടുത്തിട്ട് ഫൈനലി ഓളം എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ പടം റെഡി ആയിട്ടുണ്ട്. ഉടനെ തിയേറ്ററിൽ എത്തും. നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റർ ഈ കഥ ഞാൻ അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇത് ഞാൻ സിനിമയാക്കുന്നത് തീരുമാനിച്ചെന്താ? ആക്ച്വലി ഈ പടത്തിലേക്ക് ഞാൻ ഒരു ആക്ടർ എന്ന നിലയ്ക്കാണ് അഭിലാഷ് VS, ഈ പടത്തിൻ്റെ ഡയറക്ടർ, എന്നെ കോൺടാക്ട് ചെയ്തത്. ഓക്കെ. സോ ഞങ്ങൾ മുമ്പും 1-2 കഥകൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും മെറ്റീരിയലൈസ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു രസകരമായിട്ടുള്ളൊരു ട്വിസ്റ്റ് ആയിട്ടാണ് എന്നോട് വന്ന് ഇങ്ങനൊരു കഥ ഞാൻ ആലോചിക്കുന്നുണ്ട്, ചേച്ചിക്ക് ഇത് കേട്ടിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ഈ കഥ ഡെവലപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു. പറഞ്ഞു ശരി, രസമുണ്ട്, ഡെവലപ്പ് ചെയ്തോളൂ. പിന്നെ ഡെവലപ്മെൻറ്റ് ഉണ്ടായില്ല. അപ്പോൾ പിന്നെ അഭിലാഷ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, എനിക്കറിയില്ല, എനിക്കത് അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ അതങ്ങോട്ട് കഥ ആവുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല, സ്റ്റക്കാണ്. അപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങി. ഇതൊക്കെ കോവിഡ് സമയത്ത് വേറെ ഒരു പണിയില്ലാത്തതുകൊണ്ട് ഫോണിലിരുന്ന് ഒരു കഥ ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ കുറേ കാഴ്ചപ്പാടുകൾ പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് രസമുണ്ട്, ഇത് വർക്കൗട്ട് ആവും, പക്ഷെ ആ മേഖല എനിക്ക് അറിയാത്തൊരു മേഖലയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യും. അപ്പോൾ അതേ സമയത്ത് ഞാൻ ഈ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ കോഴ്സസ് ഒക്കെ ചെയ്ത് എൻ്റെ ഓൺ ഡയറക്ടോറിയലിനുള്ള സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിരിക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ ആ കലയുടെ ഒരു എന്താ പറയുക, അതിൻ്റെ പരിപാടി ലഹരി അടിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അതൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. നമ്മൾ ഇമാജിനറി വേൾഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ബേസിക് എന്താ പറയുക, അതിൻ്റെ ഒരു ലേ ഔട്ടും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ചെയ്യാല്ലേ എന്ന്, അത് ത്രില്ലിലാണ്. ആ ത്രില്ലിൽ ഇരിക്കുമ്പോഴാണ് അഭിലാഷമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അഭിലാഷ് പറയാണ്, ഒരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് ഒരുമിച്ച് എഴുതിയാൽ നന്നായിരിക്കില്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് തുടങ്ങിയതാണ്. അപ്പോൾ ആക്ച്വലി ഈ കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ഞങ്ങൾ എഴുതുന്നത് ഓവർ ദ ഫോണാണ്. അപ്പം ഞങ്ങൾ ഡിസ്കസ് ചെയ്യും, അഭിലാഷ് പോയിരുന്നിട്ട് ഇത് എഴുതും ലോക്ക്ഡൗൺ സമയത്ത്. അതുകൊണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട്. പക്ഷേ ഞാൻ പിന്നെ ഷൂട്ടിങ്ങിന് പോയി തുടങ്ങി ലോക്ക്ഡൗണിൻ്റെ ഇടയിൽ. പക്ഷേ അഭിലാഷ് ഫോണിൽ ഇത് എഴുതിയിട്ട് അപ്പോൾ അടുത്ത് നമ്മൾ ഇവിടം വരെ എത്തി, ഇനി നമ്മൾ ഇങ്ങനെ 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 അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ കുത്തിയിരുന്ന് എഴുത്ത് മുഴുവൻ ചെയ്തത് അഭിലാഷാണ്. ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, കണ്ടിന്യൂസ്ലി ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്തതല്ല, ഫുൾ ഡിസ്കഷൻസ് ഒരുമിച്ച് നടക്കുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ അഭിലാഷാണ് ഇരുന്ന് എഴുതിയത്. ഡിസ്കഷൻസ് നടന്നത് ഓവർ ദ ഫോണാണ്. ഭയങ്കര രസകരമായ ഒരു ഞങ്ങളെ തന്നെ ത്രില്ലടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ എത്തിയപ്പോൾ ഞങ്ങൾ ധൈര്യം വന്നിട്ട് ഇനി നമുക്ക് കാസ്റ്റിംഗിലേക്ക് കയറാം. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ ബിഹൈൻഡ് ദ സീൻസ് നമ്മൾ ഫസ്റ്റ് കഥ മറ്റേ സ്ഥലത്ത് നടക്കണമെന്ന് പറഞ്ഞപ്പോ ഓവർ ദ ഫോൺ ബേസിക് സാധനം. അല്ല, ഇത് തന്നെയാണ്. അതായത് ഞങ്ങൾ ഇത് എഴുതി ജസ്റ്റ് ഔട്ട്ലൈൻ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പറഞ്ഞു ഇനി സ്ക്രിപ്റ്റ്, ഇനി കാസ്റ്റിംഗിലേക്ക് കയറണ്ടേ. അപ്പൊ നമ്മൾ കാസ്റ്റിംഗ് ആലോചിക്കുമ്പോൾ തന്നെ ഈ കഥയിൽ ഹീറോയിന്റെ പേര് നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുന്നത് തന്നെ അർജുനാണ് മനസ്സിൽ. അപ്പൊ നമ്മുടെ ഹീറോയിന്റെ പേര് അർജുൻ തന്നെയാണ്. അത്രയും വെളിപ്പെടുത്താം. അർജുനെ വെളിപ്പെടുത്താൻ പറ്റില്ലായിരുന്നു, അത് ഞാൻ വെളിപ്പെടുത്തി പോയി. പക്ഷെ നമ്മുടെ മൈൻഡിൽ ഫസ്റ്റ് വന്ന ആള് അർജുൻ തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതിലെ എല്ലാ കാസ്റ്റും. നമ്മുടെ മനസ്സിൽ ആദ്യം വന്ന ആൾക്കാർ തന്നെയാണ് ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നതും. അതെന്തോ ഈ പടത്തിന് ആ ഭാഗ്യമുണ്ട്. നമ്മൾ ആരോടും ആ കഥ പറഞ്ഞ വഴിക്ക് അവര് ഓക്കെ ഡൺ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. ആസ് ആൻ ആക്ടർ എനിക്കിത് അറിയില്ലെങ്കിലും ഞാൻ ജനറലി അങ്ങനെയാണ്. എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട അപ്പം തന്നെ ഞാൻ ഓക്കെ പറയും. പക്ഷെ എല്ലാ ആക്ടേഴ്സും അങ്ങനെ അല്ലാന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. അപ്പോൾ നമുക്കിതേ അനുഭവമാണ് ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടായത്. ഞാൻ എങ്ങനെയാണോ ക്യാരക്ടേഴ്സിനെ ഡീൽ ചെയ്യുന്നത്
അതേപോലെയാണ് ഇതിലെ എല്ലാ ആക്ടേഴ്സും അത്രയും. പിന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കുക ചെയ്തത്. അപ്പോൾ ഇത് ഒരിക്കലും ഡയറക്ടറോ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ഒന്നും പടമേ അല്ല ഇത്. പിന്നെ എല്ലാവരും അതിൽ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റുമാണ്, എല്ലാവർക്കും അതിൽ ഈക്വൽ വോയിസ് ഉണ്ട്, അവരുടെ കോൺട്രിബ്യൂഷൻസ് ഇടാൻ. അപ്പോൾ അർജുൻ്റെ ലുക്കും ഒക്കെ അർജുൻ്റെ കോൺട്രിബ്യൂഷനാണ് കുറേ അധികം. ആദ്യം ഒരു ഷെഡ്യൂൾ ചെയ്തായിരുന്നു നമ്മൾ, പിന്നെ മഴയും പരിപാടിയും ലോക്ക്ഡൌൺ പിന്നെ അടിച്ചപ്പോഴേക്കും അർജുൻ്റെ ലുക്ക് തന്നെ മാറിപ്പോയി. താടി പോയി, നല്ല കട്ട താടിയായിരുന്നു. അപ്പൊ നോക്കിയപ്പോ സാധാരണ മുടിയും വെച്ച് ചെയ്യേണ്ട വെച്ചപ്പോ ഞാൻ ഒരു സെഷൻ കൊടുത്ത് ബാക്കിൽ വളർത്താം, കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എന്താ നമുക്ക് ബേസിക്കലി റെഫറൻസ് ഉണ്ടായിരുന്നു ഈ ലുക്കിന്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ചെറിയ ട്രിപ്പറാണ്. അപ്പൊ ഞാൻ അവന്റെ ഫോട്ടോ കാണിച്ചിട്ടാണ് കാണിച്ചു കൊടുത്തത്. അപ്പൊ ഇത് ഈ സ്ട്രേഞ്ചർ തിങ്സ് കണ്ടിട്ടുണ്ടോ? അതിലാ ബില്ലിയുടെ ലുക്കാണ്. പക്ഷെ എന്ന് വെച്ചാല് ഇത് ക്യാരക്ടറായിട്ട് ഭയങ്കര യോജിയുള്ള ഒരു എന്റെ ഫ്രണ്ട് ഉണ്ട് ബേസിക്കലി. അപ്പൊ അവന്റെ ഫോട്ടോസ് ഞാൻ കണ്ടിട്ട് ഇതുപോലെ പിടിച്ച് അങ്ങനെ ഇരിക്കും. പക്ഷെ അവന് കേളി ഹെയർ ആണ്. അപ്പൊ ഫസ്റ്റ് പടം തുടങ്ങിയപ്പോ കേളി ആയിരുന്നു, മഴ തന്നെ ഞാൻ സ്ട്രെയിറ്റ് ആയി മുടി. അല്ല, പല ലുക്കുകൾ ഉണ്ട് ഇതില്. ഈ ലുക്കിലേക്ക് കമന്റുകൾ വന്നേക്കുന്ന മോഷൻ പോസ്റ്റിന്റെ താഴെയില്ലേ, ഒന്ന് ഈ ബില്ലി, രണ്ട് ബോച്ചെ, പിന്നൊന്ന് നമ്മുടെ നിശാന്ത് സാഗർ, പഴയ നിശാന്ത് സാഗർ ഇല്ലേ, ആ ലുക്ക്. അങ്ങനെ കൊറേ കുഴപ്പമില്ല, പടം ഇറങ്ങി ക്യാരക്ടർ കണ്ടു കഴിയുമ്പോ ഈ റെഫറൻസ് ഒക്കെ മാറിക്കോളും. എല്ലാരും പക്ഷെ എനിക്ക് ഈ ലുക്ക് എനിക്ക് തോന്നുന്നു അർജുൻ ഇങ്ങനത്തെ ഒരു ലുക്കിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇത് വേറെ ലുക്ക്, ലെൻസ് ഒക്കെ വെച്ചില്ലേ, നല്ല രസമുണ്ട്, സുന്ദരനായിരുന്നു. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ തന്നെ ഷെയർ ചെയ്യുമ്പോൾ ആ മോഷൻ പോസ്റ്റർ ഷെയർ ചെയ്ത സമയത്ത് ആളുകളുടെ കമന്റ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്നാ തോന്നുന്നതെന്ന് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ താഴത്ത്, അതിന്റെ താഴത്ത് വന്നിട്ടുള്ള ഒരു കമന്റ് വായിക്കട്ടോ, കേട്ടിട്ട് എന്താണ് താങ്കളുടെ കമന്റ് എന്ന് പറയുന്നത്. ലുക്കിംഗ് അറ്റ് ദിസ് ഫീൽ സംതിങ് ഹാപ്പനിങ് റിലേറ്റഡ് ടു വാട്ടർ ആൻഡ് ഓൾസോ ഇൻ ഹിസ് ബ്രെയിൻ. ഓക്കെ, മലയാളത്തിൽ തലയ്ക്ക് ഓളമായി എന്നൊക്കെ പറയണ പോലത്തെ ഫീൽ. അപ്പൊ വാട്ടർ ഓളം, ഓക്കെ, തലക്കോളം. പിന്നെയും ഓളത്തിന് ഒരുപാട് മീനിങ്സ് ഇല്ലേ. നമുക്ക് ഇനി ഈ എപ്പിസോഡിന്റെ താഴെ ഓളത്തിന്റെ മാക്സിമം നമ്പർ ഓഫ് മീനിങ്സ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ എങ്കിൽ വലിയ രസമായിരിക്കും, നമുക്ക് എല്ലാവർക്കും വായിച്ച് എൻജോയ് ചെയ്യാം. എന്നൊക്കെ പറയുന്നതിന്റെ ഇനി ഓളത്തിന് ഒരുപാട് നമുക്ക് മാക്സിമം നമ്പർ ഓഫ് മീനിങ്സ് ഓഫ് ഓളം കിട്ടിയാൽ അത് പൊളിക്കും. അത് നമുക്ക് അങ്ങനെ കമന്റ് ഇത് കിട്ടിയാൽ ഞങ്ങളുടെ ടീമിന് അയച്ചു തന്നിട്ട് അത് നമുക്കൊരു പോസ്റ്റർ ആക്കാമേ. ഹൂഎവർ സെൻസ് മാക്സിമം നമ്പർ ഓഫ് മീനിങ്സ് ഓഫ് ഓളം. പണിയുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ അത് അർജുൻ അശോകൻ അല്ലേ? അതിനകത്ത് ഒരേ എന്താ തല തിരിഞ്ഞെടുക്കുന്നത്, താങ്കളെ റെപ്രസെന്റ്. ആദ്യം നേരെ തിരിച്ചായിരുന്നു, അർജുന്റെ നേരെ അച്ഛന്റെ അതല്ല ശരി, ഞാനാണ് തിരിച്ചിട്ട്. ഈ അച്ഛന്റെ കൂടെയുള്ള ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു ഫോട്ടോ ഉണ്ട്, ഐ തിങ്ക് അതെന്തോ വെഡിങ്ങിന് എന്തോ ഡാൻസ് ചെയ്യുന്ന ഒരു ഫോട്ടോ ആണ്. അത് ഈ കുറെ സ്ഥലത്ത്, അതായത് കുറെ മീഡിയാസിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് പോയി. അച്ഛന്റെ ഡാൻസ് ഈ പഴയ സിനിമയിലൊക്കെ പാട്ടിൽ കാണുമ്പോൾ വെച്ചിട്ട് ഭയങ്കര കിടിലൻ ഡാൻസറാണല്ലോ എന്ന്. അച്ഛൻ ബേസിക്കലി ഡാൻസ് ചെയ്യുന്ന ആളാണ്. അച്ഛൻ ബേസിക്കലി ഡാൻസ് ചെയ്യണല്ല, നല്ല താളമുള്ള ഒരാളാണ്, നല്ലോണം ഡാൻസ് ചെയ്യുന്നത്. നമ്മുടെ മറ്റേ ഇത് ഏതാ ക്രോണിക് ബാച്ചിലറിലൊക്കെ നല്ലോണം ഡാൻസ് കലക്കൻ ഡാൻസ് അല്ലേ, അറിയാലോ. അച്ഛനും മോനും അങ്ങനെ അച്ഛനോട് ഡാൻസ്. അച്ഛന്റെ വലിയ ഫാനാണ്, അത് നമുക്ക് ആദ്യമേ തൊട്ടറിയാം. ആരാണ് അച്ഛന്റെ ഫാൻ ഇല്ലാത്തത്? അത് ശരിയാ. പക്ഷെ സ്വന്തം മക്കളെ യൂഷ്വലി സ്വന്തം അച്ഛന്റെ ഫാനാണെന്നൊക്കെ കാണിക്കാൻ ഒരു മടി ഉണ്ടാവുമായിരിക്കാം, എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ അച്ഛന്റെ ബേസിക്കലി മറ്റേ രമണൻ, സുന്ദരൻ, പിന്നെ പാവം കടൽ കടന്ന് മാത്തുക്കുട്ടിയുടെ ഒരു ക്യാരക്ടർ, ബേസിക്കലി 3-4 ക്യാരക്ടേഴ്സിന്റെ വലിയ ഫാനാണ്. കടൽ കടന്ന് മാത്തുക്കുട്ടിയിലും വേറെ ഒരു ക്യാരക്ടറാണ് അല്ലേ, ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ബാബുട്ടിയുടെ നാമത്തിലും സീനാണ്. എന്തിന് ഓളത്തില് അശോകൻ ചേട്ടനുണ്ട് അറിയോ? അത് ഭയങ്കര ത്രില്ലിങ്. അത് ഈ പറഞ്ഞതുപോലെ ഇതിനു മുമ്പത്തെ ഏതോ ഒരു സിനിമയുടെ ഇതിന്റെ താഴത്ത് കമന്റ് ഉണ്ട്, അർജുന്റെ ഏതോ ഒരു ഫോട്ടോയുടെയോ പോസ്റ്ററിന്റെ താഴത്ത് കമന്റ് ഉണ്ട്, അർജുൻ അശോകനും ഹരിശ്രീ അശോകനും ഒരുമിച്ച് ഒരു സിനിമയ്ക്ക് കട്ട വെയിറ്റിംഗ്. അതായത് ഇന്നലെയാണ് കണ്ടത്. എങ്ങനെ ഉണ്ടായിരുന്നു? രസമുണ്ടായി. അധികം സീക്വൻസ് ഇല്ല, ആകെ ഒരുമിച്ചുള്ള രണ്ട് സീനേ ഉള്ളൂ ബേസിക്കലി. പക്ഷെ അത് മേജർ പരിപാടി, ഒരു സാധനം പറയുന്ന ഒരു പറയാനും പറ്റില്ല. കാരണം ബേസിക്കലി മൊത്തം സ്റ്റാർട്ടിങ് തൊട്ട് പരിപാടി കഥ തുടങ്ങുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഭാഗം പുറത്ത് പറയണ വെച്ചാൽ അത് ഭയങ്കരമായിട്ട് അല്ല, സ്പോയിലർ മാത്രമല്ല, അത് കണക്ട് ചെയ്ത് ബാക്കി എല്ലാം പറയേണ്ടി വരും. ഇതൊരു ട്രിപ്പാണ്, ഒരാളുടെ ലൈഫിൽ നടക്കുന്ന, ഒരാളുടെ ലൈഫ് അല്ല, ഈ 4 പേരും ട്രിപ്പാണത്.
ഈ ട്രിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ട്രിപ്പിനും ഓളം പോലെ വേറെ മീനിങ്ങുകളുണ്ട്. അതന്നെ ആ എല്ലാ ചേർന്നൊരു പരിപാടിയാണത്. അല്ല സീരിയസ്ലി പിടിച്ചൊരു പണിയില്ലാതെ അല്ല അത് സംഭവിച്ചു പോയതാണ്. ബിക്കോസ് ഇപ്പൊ ആസ് എ റൈറ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അപ്പൊ അഭിലാഷും ഞാനും കൂടെ എഴുതിയതുകൊണ്ട് ഇത് ഒരാളുടെ മനസ്സിൽ വന്നൊരു കഥയല്ല, ഇത് തന്നെത്താനെ സംഭവിച്ചൊരു കഥയാണ്. ഞങ്ങൾ രണ്ടുപേരുടെ തല വഴി ആ കഥ പുറത്തേക്ക് പേപ്പറിലേക്ക് എത്തി എന്നേ പറയാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഹാസ്, ഞാനൊരിക്കലും ഇത് എന്തോ അവകാശപ്പെടുന്ന പോലെ അല്ല പറയുന്നത്. ഞാൻ തന്നെ ഇത് ഭയങ്കരമായിട്ട് ത്രില്ലടിച്ച ഒരാളാണ്. ഇത് ഭയങ്കര രസമുണ്ടല്ലോ. ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും ബിനുചേട്ടനായാലും സ്വന്തമായിട്ട് കുറെ ക്യാരക്ടർ പിടിച്ചു പോയി. എല്ലാവരും അവരുടെ അഡിഷൻസ് ഇട്ടിട്ടുണ്ട്. കാരണം നമുക്ക് സ്പേസ് ഉണ്ടായിരുന്നു. ഒരു ക്യാരക്ടർ നിങ്ങൾ എങ്ങനെ സ്വന്തം മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുമോ അത്ര, അപ്പൊ അതിന്റെ പീക്ക് പോവാന്നുള്ള രീതി. ഇതിൽ ശരിക്കും ഇത് ഒരു ടീം എഫേർട്ടാണ്. ഓളം കംപ്ലീറ്റ്ലി ഒരു ടീം എഫേർട്ടാണ്. എല്ലാവരുടെ ഇൻപുട്സ് അത്രയും റെയറാണ്. ബിക്കോസ് ഒന്നാമത് നമ്മളെല്ലാവരും കുറേ സമയം ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് എല്ലാവരുടെ ക്രിയേറ്റിവിറ്റി വേറൊരു ലെവലിലായി ഈ കോവിഡ് സമയം കഴിഞ്ഞപ്പോ. പടം കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഓളത്തിന്റെ അവസ്ഥയിൽ എത്തിയായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രൊഡ്യൂസർ നൗഫൽ പുനത്തിൽ. പുള്ളി ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും ഈ പടം ഇറങ്ങി കഴിഞ്ഞാൽ പുള്ളിയുടെ ഓളം ഒന്നും അടങ്ങുള്ളൂ. എന്ന് വെച്ചാൽ പുള്ളി ആദ്യമായിട്ടാണ് പുനത്തിൽ പ്രൊഡക്ഷൻസ് ഫസ്റ്റ് പ്രൊഡക്ഷൻ ആണ് ചെയ്യുന്നത്. സിനിമ ഇതാണോ, എല്ലാ സിനിമ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. എന്ന് വെച്ചാൽ പുള്ളി ശരിക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഓളം എന്ന് പറയുന്ന ഈ പടം നൗഫൽ പുനത്തിലിന്റെ ഒരു പുതിയ വ്യക്തിയായിട്ട് തന്നെയാണ് ആക്കിയിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഏത് സിനിമയും ചെയ്യാന്ന്. അതെ, പുള്ളി സിനിമ മാത്രമല്ല എന്തും നേരിടാം എന്നുള്ള അവസ്ഥയിൽ ഒരു വളരെ പാവമായിട്ട് സിനിമയിലേക്ക് വന്ന നൗഫൽ പുനത്തിൽ ഇന്ന് വളരെ എന്താ പറയാ ഒരു കോൺഫിഡൻസ് ഉള്ള വേറൊരു വ്യക്തിയാ, സ്ട്രോങ് മാൻ. അതെ, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാവും വ്യത്യാസം. ഫോട്ടോ ഞാൻ ഇത് സാധാരണ ഹണിയല്ല, മാഡ് ഹണിയാണ്. പണ്ട് ഈ ലാലേട്ടനെ കന്നഡയുടെ പേരും പറഞ്ഞ് അധികം ഇത് പറ്റിക്കണ പോലത്തെ എന്തെങ്കിലും പറ്റിപ്സ് ആണോ? പറ്റിക്കപ്പെടും. ആര് പറ്റിക്കപ്പെടുന്നു? എന്റെ ക്യാരക്ടർ ഇപ്പൊ പേടിച്ചിട്ടേ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു തുടങ്ങി. ഞാൻ പറയിപ്പിച്ചെന്ന് അത് മാത്രല്ല, ബേസിക്കലി ആ പടത്തിന്റെ ഒരു ഫീല് പോണ്ട ഇപ്പഴേ കേട്ടിട്ടെന്നുള്ള ഒരു സാധനം വന്നില്ലേ, അത് കേൾക്കാനുണ്ട്. പറയണ്ട. ആ പോസ്റ്റർ കാണുമ്പോ തൊട്ടിട്ട് ഇത് എന്തായിരിക്കും, എനിക്ക് തലയിൽ അവതാറൊക്കെ പോയായിരുന്നു മൊത്തത്തിൽ ഇതിന്റെ. ബിക്കോസ് ഞങ്ങൾക്ക് ബേസിക്കലി ഇത്രേ ഉള്ളൂ, പ്രേക്ഷകർ ഇത് തിയേറ്ററിൽ പോയി കാണണം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തൊരു പടമാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയാണ്, ഡെഫിനറ്റ്ലി ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് എല്ലാ പടവും മേക്ക് ചെയ്യപ്പെടുന്നത്. സോ വി ഡോണ്ട് വാണ്ട് യു ടു മിസ് എനി പാർട്ട് ഓഫ് ഇറ്റ്. വി ഹോപ്പ് യു വിൽ ഹാവ് എ വെരി എൻജോയബിൾ എക്സ്പീരിയൻസ്. ശരിക്കും ഓഡിയൻസിന് ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആവണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളൊന്നും വെളിപ്പെടുത്താത്തത്. വേണ്ട, ഒന്നും പറയണ്ട. ഇനി ഇത്രയും സിനിമയില് അച്ഛൻ അഭിനയിച്ചിട്ട് അച്ഛൻ്റെതായിട്ട് നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറെ ഡയലോഗുകളുണ്ട്. അർജുൻ അങ്ങനെ ഇപ്പൊ ഡെയിലി ലൈഫിൽ എന്തായാലും പറയണ്ടാവുമല്ലോ, നമ്മളൊക്കെ മലയാള സിനിമ കാണുകയും എൻജോയ് അങ്ങനെ പറയുന്ന ഡയലോഗ് സിറ്റുവേഷൻ അനുസരിച്ച് എല്ലാ പരിപാടിയും പറയാറുണ്ട്. അച്ഛന്റെ മാത്രമല്ല ബാക്കി എല്ലാം പറയാറുണ്ട്. പക്ഷെ അച്ഛന്റെ കുറെ ഡയലോഗ്സ് പറയാറുണ്ട് അർജുൻ എപ്പോഴും. അത് എനിക്കിപ്പോ അങ്ങനെ പറയുമ്പോ സിറ്റുവേഷനിലാണ് അടിക്കണത്. ഇന്നലെ തന്നെ ഇന്നലെ അല്ല 3 ദിവസമായിട്ടും മറ്റേ മഴയത്ത് ഫൈറ്റ് ആണ്. അതും മറ്റേ വലിയ ഫ്ലെക്സ് ഒക്കെ ഇട്ടിട്ട് സ്റ്റാൻഡിന്റെ മേളിലാണ്. അപ്പൊ ഇപ്പൊ വിടാ അസോസിയേറ്റ് പറയും ഡയറക്ടർ. അപ്പൊ അതിന്റെ മേളിൽ നിന്ന് മറ്റേ പാട്ടാ വൈഷ്ണവാചാര്യ. അതാണ് സിറ്റുവേഷൻ. എനിക്ക് പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോ ഇതാണ് പെട്ടെന്ന് കത്തിയത്, അതുകൊണ്ട് പറഞ്ഞു. 4 മണിക്കൊക്കെ പാടാലോചിക്കാതെ പ്രൊഡ്യൂസറും ലാലേട്ടന്റെ കൂടെ അഭിനയിച്ച സിനിമ അത് ആക്ച്വലി കഴിഞ്ഞ ദിവസമാണ് ഞാൻ അറിയുന്നത്. ആ സിനിമയിൽ മെയിൻ റോൾ ആക്ച്വലി ലെനയുടെ ആയിരുന്നു എന്ന്. പക്ഷെ നമ്മൾ ആ പാട്ടിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ദേവദൂതനിൽ മാത്രം. ബട്ട് വൈ, അതെന്താ അങ്ങനെ സംഭവിച്ച? എല്ലാ സിനിമയ്ക്കും അതിൻ്റെതായ ജാതകമുണ്ട്. അതിൽ അഭിനയിക്കുന്ന എല്ലാവരും ആ ജാതകത്തിൽ എങ്ങനെയൊക്കെയോ അവർക്ക് അവരുടേതായ ഇത് കിട്ടും. അപ്പോൾ 2ാം ഭാവം അഭിനയിച്ച് കഴിഞ്ഞ ഉടനെയാണ് ദേവദൂതനുള്ള ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കോൾ വരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു മെയിൻ റോളാണ് 2ാം ഭാവത്തിൽ ഹീറോയിൻ ആയതുകൊണ്ട് ഇനി ഹീറോയിൻ അല്ലാത്ത ക്യാരക്ടേഴ്സ് ചെയ്യരുത് എന്ന് ലാൽ ജോസ് സാർ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് സംസാരിച്ചു. ഇവർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല മെയിൻ ക്യാരക്ടർ ആണെങ്കിലേ ചെയ്യാൻ പാടുള്ളൂ. അല്ല, ഇത് സെക്കൻഡ് ഹീറോയിൻ ആണ്. ഫസ്റ്റ് ഹീറോയിൻ ജയപ്രദ മാമിൻ്റെ നീസാണ്.
അപ്പോൾ ലാലേട്ടൻ്റെ സെക്കൻഡ് ഹീറോയിനാണ്, 2 ഹീറോയിൻസ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ പടം ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവരെന്നോട് നുണ പറഞ്ഞല്ല കേട്ടോ. അത് ശരിക്കും അങ്ങനെ എന്താ വെച്ചാൽ ഞാൻ ലാൽ ജോസ് സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പറയുന്നുണ്ട്, ആ ലാലേട്ടൻ്റെ സെക്കൻഡ് ഹീറോയിൻ നോ പ്രോബ്ലം ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ പോയി പടം ജോയിൻ ചെയ്തു, ഞങ്ങൾ കുറേ ഷൂട്ട് ചെയ്തു. അതൊന്നും സിനിമയിലില്ല, അത് എഡിറ്റിൽ പോയതാണ്. ബിക്കോസ് എനിക്ക് ഓർമ്മയുള്ളത് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, കുറേ ദിവസം ദേവദൂതൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇടയിൽ ജയപ്രദ മാം ഒരു ദിവസം വന്ന് ഒരു വെള്ള അംബാസിഡർ വന്ന് നിൽക്കുന്നു, ജയപ്രദ മാം പുറത്തേക്ക് ഇറങ്ങുന്നു. ഇപ്പോഴും എൻ്റെ മനസ്സിൽ അത് സ്ലോ മോഷൻ പോലെയാണ്. ബിക്കോസ് ഷീ സോ ഗോർജിയസ്. നമ്മളെല്ലാവരും ഇങ്ങനെ വായം പൊടിച്ച് നോക്കി നിൽക്കുക. ഇറങ്ങുന്നു, എല്ലാവരോടും നമസ്തേ ഹായ് എന്നൊക്കെ പറഞ്ഞ് കയറി പോകുന്നു. ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ടായിരുന്നു ജയപ്രദ മാമിന്. ദേവദൂതനിൽ ഗസ്റ്റ് അപ്പിയറൻസിന് വേണ്ടി വന്നതാ. വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പടം ഷെഡ്യൂൾ ബ്രേക്കായി. അപ്പോൾ ഞങ്ങളൊക്കെ ഊട്ടിയിൽ വെറുതെ തേരാപ്പാര നടക്കുക, വേറെ ഷൂട്ടിംഗ് മുടക്കി. അവർ സ്ക്രിപ്റ്റ് തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്ക്രിപ്റ്റ് വാസ് ബീങ് ഷെഡ്യൂൾ ബ്രേക്ക് അല്ല, ഒരു 3-4 ഡേയ്സ് ഗ്യാപ്പാണ്. ഷൂട്ടിംഗ് നിന്നിരിക്കുക, എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. സ്ക്രിപ്റ്റും തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുക. പിന്നെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ജയപ്രദ മാം ഹീറോയിനായി, അവരുടെ നീസ് സെക്കൻഡ് ഹീറോയിനായി, ഞാൻ പാട്ടിൽ മാത്രമായി പൂവേ പാല പൂവേലുള്ള പാട്ടിൽ മാത്രമുള്ള ടീഷർട്ട് ഒക്കെ ഇട്ട്. ആ ഗ്രേ ടീഷർട്ട് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അതുപോലെ എന്തെങ്കിലും വേറെ എടുത്ത് വെച്ചിട്ടുണ്ടോ? എന്താ നമുക്ക് ഇതിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനാ? മെമ്മറീസ്. അല്ല ഞാൻ ചോദിക്കുന്നത് കേട്ടപ്പോഴേ, അല്ല എനിക്കത് എടുത്തു വെക്കണം എന്നൊന്നുമില്ല. എപ്പോഴെങ്കിലും നമുക്ക് ഓപ്ഷൻ എന്തെങ്കിലും ചെയ്യാം. അത് ഞാൻ ആക്ച്വലി ഊട്ടിയിൽ ഈ തേരാപ്പാര നടന്നില്ല ആ സമയത്ത് വാങ്ങിച്ചൊരു ടീഷർട്ടാ. ഈ ഓളത്തിന്റെ മിസ്റ്ററി പോലെ തന്നെ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള സിനിമയാണ് ഇപ്പോഴും ദേവദൂത്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, കണ്ടോ ഈ കഥ ഇങ്ങനെയൊക്കെ മാറി വന്നപ്പോഴാണ് ഇങ്ങനെ മിസ്റ്റീരിയസ് ആയത്. അതിനു മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. എനിക്ക് ഓർമ്മയില്ല. 10, 20, 25 വർഷത്തിൽ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? എനിക്കൊന്നും ഓർമ്മയില്ല ഇപ്പൊ സത്യത്തില്. അത് മാത്രല്ല, ഞാൻ പരീക്ഷയ്ക്ക് പഠിച്ചോണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ ഞാൻ പോയി പരീക്ഷ എഴുതിയിട്ടൊക്കെ തിരിച്ചു വരുന്നുണ്ടായിരുന്നു ഡിഗ്രി. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാതെ. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഒരു റൗണ്ടിലേക്കാണ്. ഓളം സ്പെഷ്യൽ റൗണ്ടാണ്. അതിൽ ഈ ഓളം എന്നുള്ള വാക്കും വരും, ഓളം സിനിമയും വരും. ഓക്കെ, നേരത്തെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൊടുത്ത ചോദ്യമാണ്. ഓളം എന്ന വാക്കിന്റെ 2 അർത്ഥങ്ങൾ പറയാ. ഹലോ, മീശ പിരിച്ചിരിക്കുന്ന വെള്ളത്തിലെ ഓളം, തലക്കുള്ളിലുള്ള ഓളം. പിന്നൊരു വേറെ 2 അർത്ഥം പറ. അങ്ങനെ പറയാൻ പാടില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരു ടീമാ. നിങ്ങൾ ഒരു ടീം, ഞങ്ങൾ ഒരു ടീം. ഞങ്ങൾ ടീം ഓളം, നിങ്ങൾ 2 അർത്ഥം. തിര, തരംഗം. ഞാനതൊക്കെ നോക്കിട്ടാ വന്നേട്ടാ. അറിയാല. ഓളവും തീരവും ആരഭിനയിച്ച സിനിമയാണ്? ഇരിപ്പൊക്കെ കണ്ട അറിയാവുന്ന പോലെ ഉണ്ടല്ലോ അഭിനയ. പിന്നല്ലാണ്ട് ഫോണില്ല. നോ ചീറ്റ് ചെയ്യാ. അതിന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഇത് ചെയ്യാൻ പാടില്ല. ഞാൻ പക്ഷെ ഫോൺ കൊണ്ടുവന്നിട്ട് ഇപ്പൊ പറഞ്ഞു. അല്ല ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല ഇനി പറഞ്ഞു. എനിക്കറിയാം. മധു സാർ അഭിനയിച്ച സിനിമയാണ്. 1970 ഇറങ്ങിയ സിനിമയാണ്. MT സാറിന്റെ സ്ക്രിപ്റ്റ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങള് ഓളം എന്ന ടൈറ്റിൽ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഈ പേരുകളെല്ലാം വന്നതാണ്. പക്ഷെ കൊറേ നോക്കായിരുന്നു. ഓളങ്ങൾ അങ്ങനെ കുറെ പേരുകൾ കണ്ടായിരുന്നു. ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി. ഏത് പാട്ടിന്റെ വരികളാണ്? ആരും കാണാതെ ഓളം തീരവും അതല്ലേ? ആയിരം പാദസരങ്ങൾ. ഈശ്വര. ഇനി ഓള മെലഡി സംഗീത സംവിധാനം ചെയ്തത് ആരാണ്? വിഷ്ണു വിജയ്. DJ അർജുന് ഇപ്പോഴേ ഇറങ്ങിയ പാട്ടുകളിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കാൻ വെക്കും. ഒരു 3 പാട്ട് സെലക്ട് ചെയ്യുന്ന ഒരു 3 പാട്ട് പറഞ്ഞ് ഭയങ്കര ഇഷ്ടമുള്ള നല്ല വൈബുള്ള 3 പാട്ട്. മറ്റേ ഈ സുലേഖ മനസ്സിലെ ഓളം എന്നൊരു പാട്ട്, പാട്ടാണ്. പിന്നെ കുറെ ഉണ്ട്. നമ്മളിങ്ങനെ പെട്ടെന്ന് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ചോദിക്കുമ്പോ മനസ്സിലാവില്ല. ഓക്കെ, ഓളം എന്നല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് വേറൊരു പേര് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് പേര് സജസ്റ്റ് ചെയ്യാം? താളം. ശരിക്കും ഒരു ഋതമാണല്ലോ മൊത്തം പരിപാടി. അല്ല നമ്മൾ ഓൾറെഡി ഒരു പേരിട്ടു. ഇനി അതിനെപ്പറ്റി ആ പേരിടുന്നതന്നെ ഭയങ്കര വലിയ ചടങ്ങാണ്. ചടങ്ങാണ്. വേറൊരു പേരിടാൻ പറഞ്ഞ
ഓളം സിനിമയിൽ എന്റേതല്ലാണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ബിനിച്ചേട്ടന്റെ. ഈ പല്ലില് എനിക്ക് തോന്നുന്നാണോ പല്ലിൽ ഒരു കറ പോലെ അല്ലല്ല, പല്ലില് കറയുണ്ട്. ഇനി ആ പോസ്റ്ററിന്റെ പ്രശ്നം അല്ല, പല്ലില് കറയുണ്ട്. ഇനി ഓളം സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോ രണ്ടുപേരുടെയും വർത്താനത്തില് ആ എക്സൈറ്റ്മെന്റ് ഉണ്ട്, നിങ്ങൾക്കുള്ള ഒരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് സിനിമയിൽ. പിന്നെ വേറൊരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഏതാ? എന്റെ അമ്മൂമ്മയുടെ. ആ അതെ, ക്യാരക്ടറാണ് നമ്മുടെ പൗളി പൗളി ചേച്ചി. പൗളി ചേച്ചി പൊളിയൽസ്. അപ്പൊ പൊളിയായിരിക്കും. ഓക്കെ, ഓളത്തിലെ രണ്ടുപേർക്കും ഒരു ഭീകര കോൺഫിഡൻസ് ഉണ്ട്. ഓളം സിനിമയിൽ അങ്ങനെ തോന്നുന്നുണ്ടോ? ഉണ്ട്. പ്രത്യേകിച്ച് എന്നെ സംസാരിക്കുന്ന യു ഹാവ് ദാറ്റ്. എന്റെ കോൺഫിഡൻസിന് ഒരു കുറവും വരാറില്ലല്ലോ എവിടെയും. എല്ലായിടത്തും അങ്ങനെ അല്ല, ഇത് ഇത്രേ ഉള്ളൂ. നമ്മള് ഓവർ കോൺഫിഡന്റ് ആയിട്ടോ കോൺഫിഡന്റ് ആയിട്ട് പോലും കാര്യമില്ല. നമ്മൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം 100% നമ്മൾ ചെയ്തു എന്നുള്ള കോൺഫിഡൻസ് ആണ്, അത്രേ ഉള്ളൂ. അല്ലാതെ റെസ്റ്റ് ഹാസ് ടു ബി ഡിസൈഡഡ് ബൈ ദി ഓഡിയൻസ്. ഓക്കെ, നമുക്ക് ആ സമയത്ത് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു കൊറോണയുടെ. ഞാൻ ഓർക്കുന്നുണ്ട് മെമ്പർ രമേശിന്റെ ഒക്കെ ഇന്റർവ്യൂല് ഓളം ചെയ്ത് കഴിഞ്ഞു എന്ന് ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിപ്പോ എത്ര കാലായി ഞാനപ്പോ ആലോചിക്കുന്നത്, ഇത് ഇത്ര ഒരുപാട് തടസ്സങ്ങളും. ഫസ്റ്റ് ലോക്ക്ഡൌണിൽ ഷൂട്ട് ചെയ്ത് അടുത്ത ഷെഡ്യൂൾ സെക്കൻഡ് ലോക്ക്ഡൌണിന്റെ സമയത്തായി. അതിന്റെ ഇടയിൽ 100 കൂട്ടം. അതാ ഞങ്ങൾ പറഞ്ഞ നൗഫൽ പുനത്തിൽ എന്ന് പറയുന്ന ഇതിന്റെ പ്രൊഡ്യൂസറും അഭിലാഷ് എന്ന് പറഞ്ഞ ഡയറക്ടർ ഹു ഹാഡ് ടു ബി വിത്ത് ദിസ് കണ്ടിന്യൂസ്ലി. ഈ നിമിഷം വരെ, ഇനി ഇറങ്ങുന്ന വരെ അവർക്കൊരു ബ്രേക്ക് ഇല്ല. അപ്പോൾ അവരെ ഞാൻ നമിച്ചിരിക്കുന്നു. ഞങ്ങളൊക്കെ പിന്നെയും ഇതിൻ്റെ ഇടയിൽ വേറെ പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പോയി. അപ്പോൾ അതിൻ്റെ ഒരു റിലീഫ് ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ബീൻ എ വെരി ടഫ് ജേർണി ഫോർ ഓളം സോ ഫാർ. ഓക്കെ, ഓളത്തിലുള്ള ഒരു കോൺഫിഡൻസിന്റെ ഒരു ഒറ്റ ഫാക്ടർ ചോദിച്ചാൽ എന്താ പറയാ? ബ്രില്യൻറ്റ് ടീം വർക്ക്. എവ്രിബഡി ഹസ് ഡൺ, ലൈക്ക് എല്ലാവരും അവരുടെ സ്വന്തം എന്ന് പറയുന്ന പോലെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. അപ്പോൾ ആ ടീം വർക്ക് എന്തായാലും അതിൻ്റെ ഔട്ട്പുട്ട് ഓഡിയൻസിന് കാണാൻ പറ്റും. അത് അങ്ങനെ ഉള്ള എല്ലാ പടങ്ങൾക്കും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ വി ഹാഡ് സോ മച്ച് ഫൺ. ഒരൊറ്റ ടീം ശരിക്കും ഇരുന്ന് ഒരു ടീം മേക്ക് ചെയ്ത ഫിലിമാണ്. അതിന്റെ ഒരു ടൈറ്റ്നെസ് ഉണ്ട് പടത്തിന്. നമ്മള് ബേസിക്കലി ഒരു എക്സ്പെരിമെന്റൽ ടൈപ്പ് എന്നും കൂടി പറയാം. നമ്മൾ തന്നെ പറയാം, ഈ ക്യാരക്ടർ ഇങ്ങനെ പറയില്ലല്ലോ എന്ന് ചിലപ്പോൾ ആക്ട് ചെയ്ത് തുടങ്ങുമ്പോഴേ. അപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പറയും, ശരി, അല്ല നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തോന്നുന്ന പോലെ പറഞ്ഞു, എന്നിട്ട് അവർ മാറ്റും. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്താൽ നമുക്ക് എഴുതേ വേണ്ട, പക്ക ഡയലോഗ്, അതായത് ഇൻവേർട്ടഡ് കോമേഴ്സിലുള്ള ഡയലോഗ് ഇല്ല, ഇതാണ് ഇവിടുത്തെ മാറ്റർ എങ്കിൽ പിന്നെ ഓരോ ആക്ടേഴ്സ് ഇതങ്ങോട്ട് കയറി നോബിയൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കണ്ടാൽ ആക്ച്വലി ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ എല്ലാവരും കൂടെ ചിരിച്ചിട്ടുള്ളത് നോബി കാരണമാണ്. ഓഫ് കോഴ്സ് നോബി വെറുതെ അവിടെ ക്യാരക്ടർ ആയാലും നോബി ആയാലും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ ത്രൂ ഔട്ട് ഉണ്ട്. ത്രൂ ഔട്ട് ഇവര് രണ്ടുപേരും ത്രൂ ഔട്ട് ഉള്ള ആൾക്കാരാണ്. ഇത് ഞാൻ പോസ്റ്റർ കണ്ടപ്പോ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു അവതാർ ഫീൽ ഒക്കെ വന്നു. അജാദുരി എല്ലാ ഫീലും വരട്ടെ. അല്ല, ഇമാജിനറി ഇമാജിനറി വേൾഡ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. സി, ഇതെല്ലാം ഇതിന്റെ ഒരു രസമല്ലേ. അതായത് ഒരു പടത്തിന്റെ പേരും പോസ്റ്റർ കാണുമ്പോ തന്നെ നമ്മുടെ മൈൻഡ്, അതായത് ഓഡിയൻസിന്റെ മൈൻഡ് ഇതിന്റെ കൂടെ സഞ്ചരിക്കുന്ന അതിന്റെ ഒരു രസമാണ്. എന്തിനത് കളയുന്നത്? പടം റിലീസ് ആവുന്നവരെ വന്നോണ്ടിരിക്കുന്നു ഇമ്മീഡിയറ്റ്ലി. ക്യാമറ നോക്കിയിട്ട് സിനിമയെ കുറിച്ച് പറയാനുള്ളത് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാ, നമ്മളത് അവസാനിപ്പിക്കും. ഇപ്പൊ ഇത്ര നേരം പറഞ്ഞ തന്നെ ബേസിക്കലി സിനിമ എന്നുള്ള ഒരു ടീം വർക്കാണ്. അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് എല്ലാവരും അവരുടെ സ്പേസിൽ അവർ വൃത്തിയായിട്ട് പരിപാടി ചെയ്ത് തീർത്തിട്ടുണ്ട്. പിന്നെ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് ഈ പടം ഷൂട്ട് ചെയ്യേണ്ടി വരുന്നതിൻ്റെ കുറച്ചധികം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ അത്രക്ക് ഇത് കൊടുക്കാണ്ട് വൃത്തിയായിട്ട് തന്നെ പടം നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തിനെ പറ്റി ബേസിക്കലി അധികം പറയാൻ പറ്റാത്ത കാരണം വെച്ചാൽ ആ പറയേണ്ട കാര്യമാണ് പടത്തിൻ്റെ മേജർ ഘടകം. അപ്പോൾ എല്ലാവരും ഈ പടം തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യണം. അത്ര തന്നെ പറയാനുള്ളൂ. അത് തന്നെയാണ് അർജുൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോ ഇനി ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ബാക്കി നിങ്ങളുടെ രണ്ടുപേരുടെയും ഇൻസ്റ്റയിൽ വന്ന് കമന്റ് ചെയ്യുന്നതായിരിക്കും, മെസ്സേജ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ. താങ്ക് യു സോ മച്ച്.